പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും അത് കാത്തിരിപ്പാണെന്ന്. ഒരുപക്ഷെ ഒരു നല്ല കാലത്തിനായി, ഒരു പ്രാർത്ഥനയുടെ ഉത്തരത്തിനായി, അല്ലെങ്കിൽ തകർന്ന ഒരു ബന്ധം ശരിയാകാൻ വേണ്ടി. ഇതിനൊക്കെ നമ്മൾ കാത്തിരിക്കുകയാവാം. എന്നാൽ നാളുകൾ നീണ്ടുപോകുമ്പോൾ ആ പ്രതീക്ഷ മങ്ങുകയും മനസ്സ് വല്ലാതെ തകർന്നു പോവുകയും ചെയ്യാറുണ്ട്. ദൈവം എന്നെ മറന്നോ? എന്തിനാണ് ഇത്രയും താമസം? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ വേട്ടയാടും. പക്ഷെ ബൈബിൾ പറയുന്നു, കാത്തിരിപ്പ് എന്നത് വെറും സമയനഷ്ടമല്ല, അതൊരു വലിയ ഒരുക്കമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ കഠിനമായ കാത്തിരിപ്പിന്റെ കാലത്ത് മനസ്സടിയറവ് വെക്കാതെ എങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാമെന്ന് നമുക്ക് ബൈബിൾ അടിസ്ഥാനത്തിൽ ആഴത്തിൽ പരിശോധിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാത്തിരിപ്പ് എന്നത് നിങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ്. ബൈബിളിൽ യോസഫിന്റെ ചരിത്രം നോക്കൂ. അവനെ ദൈവം വലിയൊരു സ്ഥാനത്തേക്ക് നിയോഗിച്ചതാണ്. പക്ഷേ അതിലേക്ക് എത്താൻ വർഷങ്ങളോളം അവൻ കാത്തിരിക്കേണ്ടതായി വന്നു. ആദ്യം അടിമയായി, പിന്നെ തടവുകാരനായി. അവൻ കടന്നുപോയ വഴികൾ ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല. പക്ഷേ എന്തായിരുന്നു ആ കാത്തിരിപ്പിന്റെ അർത്ഥം? ഈജിപ്തിലെ മന്ത്രിയാകാനുള്ള പക്വതയും ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസവും അവനിൽ വളർത്തുകയായിരുന്നു ദൈവം. നിങ്ങളും ഇപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊരു തടവറ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാവാം. പക്ഷെ ഓർക്കുക, ദൈവം നിങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണാത്ത പല കാര്യങ്ങളും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കെട്ടിടം പണിയാൻ തുടങ്ങുമ്പോൾ ആദ്യം അടിത്തറയാണ് പണിയുന്നത്. ആ അടിത്തറ പണിയുന്ന സമയം നമുക്കൊന്നും പുറത്തേക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആ അടിത്തറ പണിയുന്ന കാലത്താണ്. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഫലം കാണുന്നില്ല എന്ന് ചോദിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ സ്വഭാവവും ആത്മീയ പക്വതയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അടുക്കളയിലെ കാര്യങ്ങൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് അത് നിങ്ങൾക്ക് മുൻപിൽ ദൈവം നൽകും. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ ക്ലോക്കിലെ സമയവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്രയും നാളായിട്ട് നടന്നില്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കുന്നു. എന്നാൽ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു ദിവസം പോലെയുമാകും. നമ്മുടെ സമയം വേഗതയേറിയതാണ്, എന്നാൽ ദൈവത്തിന്റെ സമയം കൃത്യതയേറിയതാണ്. അബ്രഹാമിന്റെ ജീവിതം നോക്കൂ. ഒരു മകനെ തരാമെന്ന് ദൈവം പറഞ്ഞിട്ട് അത് നടന്നത് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ മാത്രമാണ്. സ്വന്തം ശക്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പോയപ്പോൾ അത് പരാജയമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ നടന്നപ്പോൾ അത്ഭുതകരമായിരുന്നു. കാത്തിരിപ്പിന്റെ ഈ നാളുകളിൽ നമ്മുടെ സ്വയം പദ്ധതികൾ മാറ്റിവെച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് ഇടം കൊടുക്കുക. ദൈവം ചില കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാനല്ല, മറിച്ച് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് നൽകാനാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് ഒരു ചെറിയ കാര്യമാവാം, എന്നാൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിലും വലിയൊരു പദ്ധതിയാവാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ കാത്തിരിപ്പ് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ ഇടപെടൽ എത്ര വലിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കാത്തിരിപ്പിൽ മടുക്കാതിരിക്കുക, കാരണം ദൈവത്തിന്റെ സമയം ഒരിക്കലും തെറ്റാറില്ല. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് വചനത്തോട് ചേർന്ന് നിൽക്കുക എന്ന്. മനസ്സടിയറ വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ചിന്തകളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യം ആവർത്തിച്ച് പറയുക, യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കഠിനമായ സമയത്ത് നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആകുന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് ദൈവത്തിന്റെ വചനം ഒരു പരിചയമായി മാറുന്നത്. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ദിവസവും ഉച്ചത്തിൽ വായിക്കുക. യേശു മരുഭൂമിയിൽ പരീക്ഷ നേരിട്ടപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തിയത് വചനം കൊണ്ടാണ്. നിങ്ങൾക്കും ആ ശക്തിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കാത്തിരിപ്പിന്റെ ഈ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അല്പം സമയം കൂടുതൽ ചെലവഴിക്കുക. കരച്ചിലോടെയെങ്കിലും വചനം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുക. ബൈബിൾ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥതയിൽ നിന്ന് കാക്കും.
നിങ്ങളുടെ വിശ്വാസം തളരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വീണ്ടും വീണ്ടും ഉറക്ക വായിക്കുക. അത് നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങൾ തനിച്ചല്ല. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയില്ല. ആ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുക. പ്രിയരെ, ഈ കഠിനമായ കാത്തിരിപ്പിന്റെ കാലത്ത് നിങ്ങൾ തളർന്നു പോകരുത്. ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അവിടുത്തെ അടുക്കൽ എത്തിയിട്ടുണ്ട്. കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ കൂടുതൽ അടുത്തറിഞ്ഞു എന്ന് നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഉന്മേഷം നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ആശ്വാസമാകുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ ആത്മിക ചിന്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ.